ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഗ്നൂസ് കിച്ചൺ. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. ഇതെന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയെല്ലാം കറിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനപ്പോൾ ഇവിടെ ഒരു 300 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് സവാളയാണ്. ഒരു മീഡിയം സൈസ് സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തക്കാളിയാണ്. അതൊരു മീഡിയം സൈസ് തക്കാളി എടുത്തേക്കുന്നത്. ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ചെണ്ണ ആഡ് ചെയ്യുക കേട്ടോ. അതിൽ ഒരു 5 വറ്റൽമുളകും കൂടെ ആഡ് ചെയ്യുക. ഇത് ചെറുതായതുകൊണ്ടാണ് ഇത്രയും ഉള്ളത്. ഫുള്ളായിട്ടുള്ള വറ്റൽമുളകാണെങ്കിൽ ഒരു 5 എടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന സവാള ആഡ് ചെയ്യുക. തീരെ ചെറുതായിട്ട് അരിയരുത് കേട്ടോ. സവാള കുറച്ച് വലുതായിട്ട് അരിയുക. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 10 കാഷ്യൂസും കൂടി ആഡ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ വെച്ചിരുന്നതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റാം. ഇതിപ്പം ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. അതിന് മാറ്റി വയ്ക്കാം. ഇനി ഈ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതും ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഒരു 2 ടീസ്പൂണിന് വേണ്ടി ഞാൻ ഇവിടെ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കൂട്ടിയിടരുത്. നല്ല ലോ ഫ്ലെയിമിലിട്ട് ശകലം എണ്ണ ഒഴിച്ച് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഇല്ലേ, അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. ഒട്ടും തരി വരാൻ പാടില്ല. ഞാനിതും കൂടി മുളക് പൊടിയൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചിരുന്നതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ടൈമൊന്നും വേണ്ട പനീർ ബട്ടർ മസാല ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷും കൂടിയാണ്. ഇതിലേക്ക് ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. കാര്യം നമ്മൾ കാഷ്യൂസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. സോ ലോ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു ക്യൂബ് ബട്ടർ ആഡ് ചെയ്യുക. നന്നായിട്ട് നമുക്കത് ഗ്രേവിയുടെ കൂടെ ബട്ടറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന പനീർ ആഡ് ചെയ്യാം. ഈ ഒരു സൈസിന് വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ. വേണമെങ്കിൽ നിങ്ങൾക്കിത് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഒന്ന് ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. ഇതിപ്പം ഈ ഗ്രേവിക്ക് തന്നെ ഞാൻ നല്ല ചൂടുള്ളത് കൊണ്ട് അതിനകത്തിട്ട് തന്നെ ഞാൻ വേവിച്ചെടുക്കുക. ആ ഒരു ചൂട് മതിയാവും പനീറിന്. പനീർ നിങ്ങൾ
ചൂടാക്കി പാനിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ഒന്ന് ലൈറ്റ് ഫ്രൈ ആയിട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളണം. ഫ്രൈ ചെയ്യാനായിട്ട് ഇടുമ്പോഴത്തേക്കും എണ്ണ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് സൂക്ഷിച്ച് വേണം ഫ്രൈ ചെയ്യുന്നവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു ബേ ലീഫ് ഞാൻ ചെറുതായിട്ട് പൊടിച്ചും കൂടെ ആഡ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില, ഒരു 3 തണ്ട് കേട്ടോ, ചെറുതായിട്ട് പൊടിച്ചത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ ബട്ടർ മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഞാനപ്പോൾ ഇതൊന്ന് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.